അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അവരുടെ പ്രബോധിത സമൂഹത്തിൻ്റെ നിഷേധത്തെയും ധിക്കാരത്തെയും പരമാവധി സഹിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നവരാണ്. ഒടുവിൽ അവരുടെ പ്രബോധന പ്രവർത്തനങ്ങളൊന്നും ഫലം കാണാതെ വരുമ്പോൾ എന്ന് മാത്രമല്ല, അവർ എത്ര ശ്രമിച്ചിട്ടും ആ സമൂഹം കൂടുതലായി ധിക്കാരത്തിലേക്കും നിഷേധത്തിലേക്കും പോവുകയാണെങ്കിൽ യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഘട്ടത്തിൽ ഒടുവിൽ പ്രവാചകന്മാർ പ്രാർത്ഥിക്കുമായിരുന്നു, അള്ളാഹുവെ, ഈ ജനതയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണേ എന്ന്. ഈ സൂറത്തിൽ മൂസാ നബിയുടെ ചരിത്രം പറയുന്നതിനു മുമ്പ് നോഹ് നബിയുടെ ചരിത്രം പറഞ്ഞല്ലോ. നോഹ് നബി അങ്ങനെ പ്രാർത്ഥിച്ച പ്രവാചകനായിരുന്നു എന്ന് നാം അവിടെ വിശദീകരണത്തിൽ പറയുകയുണ്ടായി. ഇനി മൂസാ നബിയും ഒടുവിൽ അങ്ങനെ പ്രാർത്ഥിച്ചു എന്നും ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു എന്നുമാണ് ഇന്ന് പഠിക്കുന്ന 88, 89 ആയത്തുകളിൽ പറയുന്നത്. വിശ്വാസത്തിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന പലതരം പരീക്ഷണങ്ങളും അള്ളാഹു ഫിർഔനും കൂട്ടർക്കും നൽകിയെങ്കിലും അവരതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊണ്ടില്ല. രക്തം, തവള, പേൻ, വെട്ടുകിളി തുടങ്ങിയ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ്. ഈ പരീക്ഷണങ്ങളൊക്കെ വന്നപ്പോൾ അവർ മൂസാ നബിയോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുകയും പരീക്ഷണം നീങ്ങിക്കിട്ടിയാൽ ഞങ്ങൾ നന്നാവുമെന്ന് വാക്ക് നൽകുകയും ചെയ്തിരുന്നു. 1, 2 തവണയല്ല, 8, 9 തവണ ഇത്തരം പരീക്ഷണങ്ങൾ ആവർത്തിച്ച് അവർക്ക് അനുഭവപ്പെട്ടു. പക്ഷേ മൂസാ നബിയുടെ പ്രാർത്ഥന ഫലമായിക്കൊണ്ട് പരീക്ഷണങ്ങൾ മാറിക്കിട്ടുമ്പോൾ അവർ പൂർവാധികം ധിക്കാരികളായി മാറുകയാണുണ്ടായത്. പറഞ്ഞു വന്നത്, ഇത്തരം ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് അവർ നന്നാവാൻ ഒരു സാധ്യതയുമില്ലാത്ത ഘട്ടത്തിലെത്തിയപ്പോഴായിരിക്കാം മൂസാ നബി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. വഖാല മൂസാ റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയ റബ്ബനാ ലിയുളില്ലു അൻ സബീലിക ربنا اطمس على أموالهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب الأليم قال قد أجيبت دعوتكما فاستقيما ولا تتبعان سبيل الذين لا يعلمون وقال മൂസ പ്രാർത്ഥിച്ചു, റബ്ബന, ഞങ്ങളുടെ നാഥ. ഹാറൂൻ നബിയും മറ്റു ബനു ഇസ്രായേലിയരുമൊക്കെ അടങ്ങുന്ന സത്യവിശ്വാസികളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് മൂസാ നബി അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ റബ്ബേ, ഇന്നക ആതൈത ഫിർഔന വമലഅഹു, തീർച്ചയായും നീ ഫിർഔനും അവന്റെ കൂടെയുള്ള പ്രമാണിമാർക്കും നൽകിയിരിക്കുകയാണല്ലോ, സീനത്തൻ, ആർഭാടം, വ അംവാലൻ, സമ്പത്തുക്കളും, ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിൽ. സീനത്ത് എന്നാൽ സൗന്ദര്യം, അലങ്കാരം എന്നൊക്കെയാണ്. ഫിർഔനും കിബിത്തികൾക്കുമുള്ള അധികാരവും കഴിവും സ്വാധീനവും സ്ഥാനമാനങ്ങളുമെല്ലാം ഇവിടെ സീനത്ത് എന്ന് പറഞ്ഞതിൽ പെടും. അംവാലൻ എന്നാൽ സമ്പത്ത് എന്നാണ്. തങ്ങൾക്കും ഇതുപോലെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആളുകളൊക്കെ ആഗ്രഹിച്ചു പോയിരുന്ന അത്രയും സമ്പത്തും സൗകര്യങ്ങളുമാണ് ഫിർഔനും കൂട്ടർക്കും ഉണ്ടായിരുന്നത്. ഈ സൗകര്യങ്ങളും സമ്പത്തുമൊക്കെ അവരെയും അവരുടെ ആളുകളെയും വഴികേടിലാക്കാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ. റബ്ബന ലിയുളില്ലു അൻ സബീലിക, ഞങ്ങളുടെ റബ്ബേ, നിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ അത് കാരണമായിരിക്കുന്നു. ലിയുളില്ലു, അവർ വഴിതെറ്റിക്കുവാൻ, അൻ സബീലിക, നിന്റെ മാർഗത്തിൽ നിന്ന്. അവരുടെ സമ്പത്തും അധികാരവും സൗകര്യങ്ങളും ജനങ്ങളെ സന്മാർഗത്തിൽ നിന്നും വഴിതെറ്റിക്കുന്നതിനാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, റബ്ബെ, നീ അവർക്ക് നൽകിയ ഈ അധികാരവും സമ്പത്തും മേധാവിത്വവുമൊക്കെ അവരെ നന്ദി കെട്ടവരും ദുഷ്ടരുമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. റബ്ബന തുമിസ് അല അംവാലിഹിം, അതുകൊണ്ട് ഞങ്ങളുടെ റബ്ബെ, അവരുടെ സമ്പത്തുക്കളെ നീ നശിപ്പിച്ചു കളയണേ. വഷ്തുദ് അല ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ നീ കടുപ്പിക്കുകയും ചെയ്യണമേ. ഹൃദയങ്ങളെ കടുപ്പിക്കുക എന്നാൽ അവരെ ധിക്കാരത്തിൽ തന്നെ തുടരുന്ന രൂപത്തിൽ അങ്ങനെ ശിക്ഷ ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി അവരുടെ ഹൃദയങ്ങളെ കൂടുതൽ കടുത്തതാക്കണേ എന്നാവാം. അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രയാസമുള്ള ഹൃദയങ്ങൾ നൽകണമേ എന്നുമാവാം. ഫലാ യുഅ്മിനൂ, അവർ വിശ്വാസികളാവുകയില്ല. ഹത്താ യറവുൽ അദാബൽ അലീം, വേദനയേറിയ കടുത്ത ശിക്ഷ അവർ നേരിൽ കാണുന്നതുവരെ. അവസാനത്തിൽ കടുത്ത ശിക്ഷ നേരിൽ കാണുമ്പോൾ മാത്രമേ കടുത്ത ധിക്കാരികൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയുള്ളൂ. അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാവുകയില്ല.
അങ്ങനെയുള്ള ഒരു ദുരവസ്ഥയിലേക്കാണ് ഈ ധിക്കാരികളുടെ പോക്ക്. ഫിർഔനും കൂട്ടരും കടലിൽ മുങ്ങി നശിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ദുരവസ്ഥയിലേക്ക് ഇവരെ എത്തിക്കണേ എന്നാവാം ഈ പ്രാർത്ഥന. അല്ലെങ്കിൽ മൂസാ നബിയുടെ പ്രാർത്ഥന അവരുടെ സമ്പത്തും അധികാരങ്ങളും റബ്ബെ നീ നശിപ്പിക്കണേ, അങ്ങനെ അവർ വിശ്വാസികളായെങ്കിലോ കടുത്ത ശിക്ഷ, അതായത് ദാരിദ്ര്യവും പ്രയാസവും ഉണ്ടായാലേ അവർ വിശ്വസിക്കുകയുള്ളൂ എന്ന അർത്ഥത്തിലുമാവാം. അങ്ങനെയും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അള്ളാഹു ഈ പ്രാർത്ഥന സ്വീകരിച്ചതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. കാല, അള്ളാഹു പറഞ്ഞു, ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങൾ ഇരുവരുടെയും പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകാനിരിക്കുന്നു, പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു എന്നർത്ഥം. ഫസ്തഖീമാ, അതുകൊണ്ട് നിങ്ങൾ ഇരുവരും സ്ഥൈര്യത്തോടെ ഉറച്ചു നിൽക്കുക. മൂസാ നബിയുടെ പ്രാർത്ഥന മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും പ്രാർത്ഥന തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇരുവരുടെയും പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. നിങ്ങൾ അടിയുറച്ച് ഇസ്തിഖാമത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞത് നേരായ മാർഗത്തിൽ നിന്ന് വഴിതെറ്റാതെ ഉറച്ചു നിൽക്കുക എന്നാണ്. പ്രാർത്ഥന കൊണ്ട് 2 സാധ്യതകളാവാം എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ആദ്യത്തെ സാധ്യതയനുസരിച്ച് ഫിർഔൻ മുങ്ങി നശിക്കുന്ന വിധത്തിൽ ശിക്ഷ വരാൻ പോകുന്നുവെന്നും നിങ്ങൾ സ്ഥൈര്യമായി ഉറച്ചു നിൽക്കുക എന്നുമാണ്. അതായത് അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷയ്ക്ക് അവർ വിധേയരാകുമ്പോൾ നിങ്ങൾക്ക് അവരോട് ദയവോ കരുണയോ വേണ്ടതില്ല എന്നാണ്. രണ്ടാമത്തെ സാധ്യതയനുസരിച്ച് അവരുടെ സമ്പത്തും സൗകര്യങ്ങളും നശിപ്പിക്കണേ, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കണേ, അങ്ങനെ അവർ മുസ്ലിങ്ങളായെങ്കിലോ പ്രയാസമുള്ള ശിക്ഷ കൊടുത്തെങ്കിലേ അവർ വിശ്വസിക്കുകയുള്ളൂ എന്നാണ് മൂസാ നബിയുടെ പ്രാർത്ഥനയെങ്കിൽ അള്ളാഹു അവർക്ക് വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് അവർക്ക് വിശ്വാസികളാകാൻ പ്രേരിപ്പിക്കുന്ന പലതരത്തിലുള്ള ശിക്ഷകളും നൽകുന്നുണ്ട്. നിങ്ങൾ നേരായ മാർഗത്തിൽ നിലകൊള്ളുക, വഴിപിഴക്കരുത് എന്നാവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. പക്ഷേ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് അർത്ഥമാവുകയാണെങ്കിൽ മൂസാ നബി ആദ്യഘട്ടത്തിലായിരിക്കാം, അതായത് തവള, വെട്ടുകിളി പോലുള്ള ശിക്ഷകൾ കൊണ്ട് പരീക്ഷിക്കുന്നതിന് മുമ്പായിരിക്കും ഈ പ്രാർത്ഥന നടത്തിയിരിക്കുക എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും തുടർന്നു വരുന്ന ആയത്തിൽ പറയുന്നത് ഫിർഔനെ കടലിൽ മുക്കി നശിപ്പിച്ച സംഭവമാണ്. വലാ തത്തബി ആന്നി, നിങ്ങൾ രണ്ടാളും പിന്തുടരരുത് സബീലല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്തവരുടെ മാർഗം. ഈ വിവരം കെട്ടവരുടെ കാര്യത്തിൽ അള്ളാഹു തീരുമാനമെടുക്കും, അല്ലെങ്കിൽ അള്ളാഹു തീരുമാനമെടുത്തിരിക്കുന്നു. അവരോട് ഇനി നിങ്ങൾ അനുഭാവം വെച്ച് പുലർത്തരുത്, അവരെ അംഗീകരിക്കുന്ന ഒരു നിലപാടും നിങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് മൂസാ നബിയെയും ഹാറൂൻ നബിയെയും സംബോധന ചെയ്തുകൊണ്ട് ഈ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.